ഇന്ന് നമ്മളിവിടെ ക്രിമ്പിങ്ങിനെ കുറിച്ചാണ് നോക്കുന്നത്. ക്രിമ്പിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രിമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ ക്രിമ്പിങ് കളർ കോഡ് ഏതാണെന്നും കളർ കോഡ് സ്റ്റാൻഡേർഡ് ഏതാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. ഇതെങ്ങനെയാണ് ക്രിമ്പ് ചെയ്യണമെന്ന് ഞാനിന്നിവിടെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് തന്നെ നമ്മളിതൊരു Cat 6 കേബിളാണ്. ഇതാണ് നമ്മൾ ക്രിമ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ക്രിമ്പിങ് ടൂളാണ്. അപ്പോൾ ഇത് രണ്ട് തരം ടൂളുകളുണ്ട്. പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളും ഉണ്ട്, നോർമൽ ക്രിമ്പിംഗ് ടൂളും ഉണ്ട്. ഇത് നോർമൽ ക്രിമ്പിംഗ് ടൂളാണ്. പാസ് ത്രൂവിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ഇതിനകത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ഒന്ന് കട്ട് ചെയ്യുക. അതായത് നമുക്ക് എത്ര ഭാഗമാണ് ആ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് ആ ഒരു അളവനുസരിച്ച് ഈ ഒരു ചെറിയൊരു പോർഷനിൽ നമുക്ക് ഒന്ന് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഈ ഒരു പോർഷനിൽ വരണം. അതായത് നമുക്ക് മനസ്സിലാവും അത് കാണുമ്പോൾ തന്നെ. അതായത് ആ ഒരു ഇത് ഇങ്ങനെ ആ ഒരു Cat 6 കേബിൾ ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതിനുശേഷം പതുക്കെ അമർത്തിയതിന് ശേഷം ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിരിക്കുക. അപ്പോൾ അതിന് ചെറിയൊരു ഇങ്ങനെ ഉണ്ടല്ലേ, ഇതുപോലെ ഒരു വിടവ് വരും. അപ്പോൾ അധികം വലിയ ഒരു ഇതുണ്ടാവില്ല. നമ്മളതിനെ വലിക്കുക. ഓക്കെ, അതിനിങ്ങനെ ഒന്ന് ഇത് ചെയ്യാം, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഓപ്പൺ ആയി കിട്ടും. ബി സ്റ്റാൻഡേർഡിലാണ് ക്രിമ്പ് ചെയ്യുന്നത്. അപ്പോൾ ബി സ്റ്റാൻഡേർഡ് എൻ്റെ ആ ഒരു കളർ കോഡ് ഞാൻ ഈ ഒരു സ്ക്രീനിലെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതിന് പുറമെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോയും കാണുക. ആ ഒരു സീരിയലായിട്ട് ഓർഡറിൽ തന്നെ നമ്മൾ വീഡിയോകൾ കണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു കേബിൾസിനെ മാത്രം ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഈ ഒരു പോർഷൻ, അതായത് നമുക്ക് ഈ ഒരു ടൊയിൻ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ കീറി, അതായത് നമുക്ക് കുറച്ചുകൂടി നീളത്തിലോട്ട് വേണമെങ്കിൽ ഇവിടെ ടൊയിനിൽ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും അങ്ങോട്ട് കീറി നമുക്ക് കിട്ടും. അത് അതിൻ്റെ സ്ലീവ് കളഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ ഒരു ടൊയിനും നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അതിനൊരു കട്ടർ തന്നെ ഉപയോഗിക്കാം. അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കിപ്പോൾ ഒരു 4 പെയർ വയർ കിട്ടി. അതായത് 8 വയർ കിട്ടി. അതിനെ നമുക്കിതുപോലെ ഓരോ വയറും അടർത്തുക, ഓരോന്നായിട്ട് മാറ്റുക. ഈ പറഞ്ഞ 8 വയറിനെയും സെപ്പറേറ്റ് 8 വയറുകളാക്കിയിട്ട് മാറ്റുക. ഇതാണ് ഓരോരോ വയറുകൾ നമ്മളിങ്ങനെ മാറ്റുക. ഓക്കെ, മാറ്റിയതിന് ശേഷം നമ്മുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത്, അത് വെച്ചിട്ട് നമുക്ക് സ്ട്രൈറ്റനിങ് ചെയ്യാം കേട്ടോ. ഇതാണ് ഏറ്റവും എളുപ്പം. ആളുകൾ ചിലപ്പോൾ പല രീതിയിൽ മാറ്റണം കണ്ടിട്ടുണ്ട്. അതായത് ചിലവർ പേന ഉപയോഗിക്കുന്ന കാണാം, ചിലവർ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാണാം. അതായത് ഇങ്ങനെ സ്ട്രൈറ്റനിങ് ആയിട്ട് ഏറ്റവും എളുപ്പം ഇതാണ്. അതായത് നമ്മൾ കളഞ്ഞ പേപ്പർ നമ്മുടെ അടുത്തുണ്ടാകും. അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് തന്നെ അത് കിട്ടും, ആ സ്ട്രൈറ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഒരു കോഡിൽ ബി സ്റ്റാൻഡേർഡിൽ ഓറഞ്ച് ആ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. കറക്റ്റായിട്ട് ഓറഞ്ച്, അതിനുശേഷം ഗ്രീൻ വൈറ്റ്, ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്യുക. ഗ്രീൻ വൈറ്റ് ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ, ഇങ്ങനെ കറക്റ്റ് ഒരു ഓർഡറിലാക്കുക. എന്നിട്ട് ഇതിനെ ആ ഒരു ഇതാക്കിയെടുക്കുക. ഇങ്ങനെ കാണിച്ച് നമ്മൾ ആ ഒരു സ്ട്രൈറ്റനിങ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്യുക. ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ബ്ലൂ, ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇത് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മുടെ കട്ടർ ഉപയോഗിച്ച് അത് കട്ട് ചെയ്യുക. ഒരു ലെവലിൽ കട്ട് ചെയ്യുക. ഒരുമിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കണക്ടർ RJ45 കണക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ആ കണക്ടർ കണക്ട് ചെയ്യുക. ഇതാണ് കണക്ടർ, RJ45 കണക്ടർ. ആ കണക്ടർ നമ്മൾ ഇതിൻ്റെ പതിയെ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. നോക്കുക ഇതിൻ്റെ അറ്റം കറക്റ്റായിട്ട് തന്നെ വരണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ കണക്ടർ എടുക്കാൻ പോയപ്പോൾ അതിൻ്റെ അറ്റം പിന്നെ ഒരു പോയിൻറ്റിങ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യുകയാണ്. അതല്ലേ കറക്റ്റായിട്ട് തന്നെ വന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു കണക്ടർ RJ45 കണക്ടർ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ വെച്ച് കൊടുക്കുക. അല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറും. അല്ലേ, കയറിയിട്ട് ഒന്ന് ഒന്ന് പ്രസ് ചെയ്യാം നമ്മൾ കേട്ടോ. പ്രസ് ചെയ്ത് അതായത് ഈ കേബിളും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം കേട്ടോ. എന്നാലും പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ക്രിമ്പിങ് കണ്ടാൽ തന്നെ അറിയണം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാണെന്ന്. അപ്പോൾ അതായത് ഇങ്ങനെ ഈ വയറൊന്നും പുറത്ത് കാണരുത്. കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി തന്നെ ക്രിമ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ടൂൾ എടുക്കുക. ടൂളിൽ ഈ ഒരു പോർഷൻ നമുക്കതൊക്കെ മനസ്സിലാവും, നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. അതിന് ശേഷം അമർത്തുക, നല്ല ശക്തിയിൽ അമർത്തുക. ഓക്കെ, ശക്തിയിൽ അമർത്തുക. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ക്രിമ്പിങ് കഴിഞ്ഞു. കണ്ടില്ലേ,
പ്രോപ്പറായിട്ട് ക്രിമ്പിങ് കഴിഞ്ഞു. ഇങ്ങനെ നല്ല അതായത് കയറിയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണാം ആ ഒരു കയറിയിരിക്കണം കാണാം, കണ്ടില്ലേ? കറക്റ്റായിട്ട് ആ കേബിൾ കയറിയിരിക്കണം. അതുപോലെ തന്നെ വയറുകളൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കാണാം. നമ്മുടെ ക്രിമ്പിങ് കണ്ടാൽ തന്നെ നമ്മൾ എത്രത്തോളം അതിനകത്ത് എഫിഷ്യൻ്റ് ആണെന്ന് എക്സ്പെർട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു ബി സ്റ്റാൻഡേർഡ് ക്രിമ്പിങ് ആണ്. ഇങ്ങനെയാണ് അവർ ക്രിമ്പ് ചെയ്യണത്. ഇനി അടുത്തതിൽ നമുക്ക് ഒരു പാസ് ത്രൂ ക്രിമ്പിങ് ടൂൾ എന്താണെന്നും പാസ് ത്രൂ ക്രിമ്പിങ് എന്താണെന്നും അതിൻ്റെ കണക്ടർ എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്രിമ്പ് ചെയ്യുന്നത്.